ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയ വഴിയിലേക്ക് തിരിച്ചെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നു. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് മുഹമ്മദൻ എസ്സിയെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിൽ നോവ സദോയ് അതുപോലെ തന്നെ അഡ്രിയാൻ ലൂണ എന്നിവരൊക്കെ മികച്ച പ്രകടനം നടത്തി. എടുത്തു പറയേണ്ടത് അലക്സാണ്ടറെ കോയഫിൻ്റെ ഒരു ഗോൾ കൂടിയാണ്. മത്സരത്തിൻ്റെ അവസാനത്തിൽ പകരക്കാരനായി ഇറങ്ങിയ കോയഫ് ഒരു മികച്ച ഗോളാണ് നേടിയിട്ടുള്ളത്. ലൂണ തനിക്ക് ഒരുക്കി തന്ന ആ അവസരം ഒരു പിഴവുകളും കൂടാതെ കോയഫ് ഗോളാക്കി മാറ്റി എന്നുള്ളതാണ്. ഏതായാലും മത്സരത്തിൻ്റെ അവസാനത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ TG പുരുഷോത്തമനും അതുപോലെ തന്നെ തോമസ് തോർസും ചേർന്നുകൊണ്ട് നോവ സദോയെ പിൻവലിച്ചുകൊണ്ട് കോയഫിനെ കൊണ്ടുവന്നത്. പ്രതിരോധം ശക്തിപ്പെടുത്തുക എന്ന ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി കൊണ്ടായിരുന്നു കോയഫിനെ കൊണ്ടുവന്നിരുന്നത്. അത് ശരിക്കും ഫലം കാണുകയും ചെയ്തു. ആ മാറ്റം ഇപ്പോൾ കിടിലനായിരുന്നു, അല്ലെങ്കിൽ പൊളിച്ചു എന്നുള്ള ഒരു അഭിപ്രായം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. എക്സിൽ ഒരു ആരാധകന്റെ അത്തരത്തിലുള്ള അഭിപ്രായം നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇങ്ങനെയാണ്: നോവയെ പിൻവലിച്ച് കോയഫിനെ കൊണ്ടുവരാനുള്ള ആ തീരുമാനം അത് മികച്ചതായിരുന്നു. സ്റ്റാറയുടെ കീഴിലും ഇത്തരം നീക്കങ്ങൾ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പല മത്സരങ്ങളിലും നമ്മൾ അവസാനത്തിൽ വിജയം കളഞ്ഞു കുളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ റിസൾട്ട് തന്നെ മാറിയേനെ. പക്ഷേ സ്റ്റാറയ്ക്ക് കീഴിൽ നോവ അൺടച്ചബിൾ ആയിരുന്നു. അദ്ദേഹത്തെ പിൻവലിക്കാൻ പരിശീലകൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ആരാധകൻ പറഞ്ഞിട്ടുള്ളത്. അതായത് നോവയെ അവസാന സമയങ്ങളിൽ പിൻവലിക്കണം, എന്നിട്ട് പ്രതിരോധം ശക്തിപ്പെടുത്തണം. അങ്ങനെയായിരുന്നുവെങ്കിൽ കൂടുതൽ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു, അല്ലെങ്കിൽ റിസൾട്ടുകൾ നമുക്ക് അനുകൂലമായേനെ എന്നാണ് ഇപ്പോൾ ഒരു ആരാധകന്റെ അഭിപ്രായം. സ്റ്റാറെ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ മികച്ച റിസൾട്ടുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുമായിരുന്നു എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ കഴിയുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി കൊണ്ട് കാണാം.